എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീഡിയോയുടെയും അവസാനത്തിൽ ഞാൻ ആവശ്യപ്പെടുന്ന സംഭവമാണ് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കമൻസ് ഇടാം, സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അത്തരത്തിൽ ചില സംശയങ്ങൾ അഥവാ ചോദ്യങ്ങൾ എനിക്ക് വന്നിരുന്നപ്പോൾ ഓരോന്നിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ രൂപത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവരുടെയും പേര് എനിക്കതിൽ വ്യക്തമല്ല. ഓക്കെ, അവരുടെ ഇമെയിൽ ID-യുടെ ഒരു ഭാഗം മാത്രം, അധികവും നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പേര്, അയച്ച ആളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ക്വസ്റ്റ്യൻസ് ഒന്ന് അഡ്രസ്സ് ചെയ്യാം. അപ്പം ഒരു പ്രേക്ഷകർ എന്നോട് ചോദിച്ചത് DTS:X-ൻ്റെ സൈറ്റിൽ കയറിയപ്പോൾ സ്പീക്കർ പ്ലേസ്മെൻറ്റ് നോക്കിയപ്പോൾ ഓറോ 3Dയുടെ അതേപോലത്തെ സ്പീക്കർ പ്ലേസ്മെൻറ്റാണ് കണ്ടിരുന്നത്. അപ്പോൾ ഡോൾബി ഇതേപോലെ ഓറോ 3Dയുടെ സ്പീക്കർ പ്ലേസ്മെൻറ്റ് കോപ്പി ചെയ്തതിനെതിരായിരുന്നല്ലോ അവർക്കെതിരെ കേസ് കൊടുത്തത്. അതുപോലെ DTS:X എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഡോൾബിയുടെ ഇഷ്യൂ സ്പീക്കർ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലല്ലായിരുന്നു. ആ ടെക്നോളജി കട്ടെടുത്തു. അതായത് ഈ സെക്കൻഡ് ലെയർ ഓഫ് സ്പീക്കർ സെറ്റപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു സംഭവം ചെയ്യാമെന്നുള്ളതിൻ്റെ ഓറോ 3Dയുടെ പേറ്റൻ്റ് ഇരിക്കെ ആ ഒരു ടെക്നോളജി കട്ടെടുത്തതിനാണ് ഡോൾബിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നത്. അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ 30 ഡിഗ്രി ആംഗിൾ സ്പീക്കർ പ്ലേസ്മെൻറ്റ് വെക്കണം എന്നുള്ളതിനെ മാറ്റിയിട്ട് അവർ 45 ഡിഗ്രീസ് ആക്കിയത്. എന്ന് വെച്ചാൽ എൻഡ് യൂസറിൻ്റെ ലിസണിങ് പ്ലഷറിനെ കുറിച്ച് അവർ ആലോചിക്കാതെ അവർക്ക് അവരുടെ മാർക്കറ്റിംഗ് ഒരു എങ്ങനെയെങ്കിലും അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള നിലയിലാണ് ആ ഒരു സംഭവം ചെയ്തത്. ഇനി അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരാം. DTS:X-ഉം ഇതേ സംഭവം കോപ്പി ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇവർക്ക് പറയാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്, DTS:X-ന് പ്രത്യേകിച്ചൊരു സ്പീക്കർ ലേഔട്ടോ സ്പീക്കർ പ്ലേസ്മെൻറ്റിനെ കുറിച്ചോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. എന്നിരുന്നാലും ഇപ്പം അഥവാ അവർ ഓറോ 3Dയുടെ പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്യാനും തന്നെ അവർക്കെതിരെ കേസ് പോകില്ല. കാരണം നമുക്ക് ഇവർക്ക് പറയാം, 2 ടൈപ്പ് സൗണ്ട് ടെക്നോളജികൾ, ഒന്ന് ഡോൾബി ബേസ്ഡും മറ്റേത് DTS ബേസ്ഡുമാണ്. ഓറോ 3D DTS ബേസ്ഡ് ആണ്. എപ്രകാരം ഡോൾബി അറ്റ്മോസ് ഡോൾബിൻ്റെ മേലെ ബേസ് ചെയ്തിട്ടാണോ അതുപോലെ തന്നെയാണ് ഓറോ 3D DTSൻ്റെ മേലെ ബേസ് ചെയ്തിട്ടാണ്. DTSൻ്റെ മേലെ അഡീഷണൽ എൻകോഡ്മെൻറ്റ്സ് ചെയ്തിട്ടാണ് DTS:X ചെയ്യുന്നത്. DTS:Xൻ്റെ കൂടെ അഡീഷണൽ എൻകോഡ്മെൻറ്റ് ചെയ്തിട്ടാണ് IMAX എൻഹാൻസ്ഡ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു എൻകോഡ്മെൻറ്റ് ചെയ്തിട്ടാണ് ഓറോ 3Dയും ചെയ്യുന്നത്. പിന്നെ ആകെയുള്ള ഡിഫറൻസ് ഒന്ന് ചാനൽ ബേസ്ഡും മറ്റേത് ഓബ്ജക്റ്റ് ബേസ്ഡും ആണ്. പിന്നെ ചിലത് ഹൈബ്രിഡ് ബേസ്ഡും ആണ്. രണ്ടും കൂടി ഒരുമിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഓറോ 3Dക്ക് ഒരിക്കലും DTS:Xനെതിരെ കേസിന് പോകേണ്ട കാര്യം വരില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം മറ്റൊരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചത്, പിന്നെ അദ്ദേഹം അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും പ്രൊജക്ടർ വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും എന്നാണ് എന്നോട് ചോദിച്ചത്. പ്രൊജക്ടർ വാങ്ങുന്നതിന് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സും ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്ട്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് അവിടുത്തെ വോൾട്ടേജ് 110 മുതൽ 120 അങ്ങനെ കൊണ്ടാണ് അവിടുത്തെ വോൾട്ടേജിൻ്റെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജ് 240 വോൾട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിവൈസസ് ആണ് അവരവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം. ഒരു അഡാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം. അത് ഒരു വശം. രണ്ടാമത്തെ വശം ഉള്ളത്, എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വാറണ്ടിയുടെ കാര്യം സംശയമായിരിക്കും. ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ട് അതിൻ്റെ വാറണ്ടി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാറുള്ള വേറൊരു കാര്യം, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് സാധനം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഒരു എന്താ പറയുക, വാറണ്ടി തരുന്ന സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസാണ് എനിക്ക് വന്നത്. മൂന്നാമത്തേത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. എനിക്കിന്ന് രാവിലെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അതായത് മെസ്സേജല്ല, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്നു. അതായത് ബാർക്കോ എന്ന് പറഞ്ഞ കമ്പനി ഓറോ 3Dയുടെ ഓറോമാക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം തിയേറ്ററുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ സംഭവം
ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് അയച്ചു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ അറിയുന്ന രീതിയിൽ തപ്പി നോക്കിയിട്ട് എനിക്ക് ഒരു സോഴ്സും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ നിരന്തരമായിട്ട് എനിക്ക് ഓരോ 3Dയുടെ ടീമുമായിട്ടും എനിക്ക് മെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. മീൻസ് ഓരോ മാസം അവരുടെ മാസികകളും പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് മെയിൽ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീരീസിലുള്ള പ്രോഡക്റ്റിൻ്റെ കാലാവധി തീരുകയോ അല്ലെങ്കിൽ അത് ഒബ്സലീറ്റ് ആവുകയും പകരം പുതിയത് ഇറങ്ങുകയും ചെയ്യുക, അതിനെ സാധ്യതയുള്ളൂ. അല്ലാണ്ട് തിയേറ്ററിൽ ഓരോ 3Dയുടെ ഇൻസ്റ്റലേഷൻ നിർത്തിവെക്കുക എന്ന് പറയുന്നത് സംഭവം സത്യമാണെങ്കിൽ അത് വളരെ എന്നെ പോലത്തെ ഉള്ള ഓരോ 3Dയുടെ ഫാൻസിന് അതൊരു കനത്ത പ്രഹരമായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം ഞാനൊക്കെ ഓരോ 3D സപ്പോർട്ട് ചെയ്തും ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെടുന്ന പാട് എനിക്കറിയുള്ളൂ. എൻ്റെ വീഡിയോസ് എടുത്താൽ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും പെട്ടെന്നൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കാനുള്ളത്, പ്രേക്ഷകരുടെ എന്താ പറയുക അഭ്യർത്ഥന മാനിച്ച് അതല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും റേസ് ചെയ്യാറുള്ള കൺസേൺസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയെ കുറിച്ച് വരുന്ന പോരായ്മകൾ, അതല്ലെങ്കിൽ ക്ലാരിറ്റി കുറവ്, അതല്ലെങ്കിൽ എന്താ പറയുക ഡിസ്റ്റോർഷൻ കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഫോൺ മാറ്റാൻ തീരുമാനിച്ചു. മിക്കവാറും ഇന്ന് വൈകുന്നേരം എനിക്കത് കിട്ടും. മോട്ടറോളയുടെ 50 ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഞാൻ സ്പെക്സ് നോക്കിയെടുത്തോളം നല്ലൊരു മോഡലാണ്. അപ്പം എന്തായാലും അതിനൊരു അൺബോക്സിങ് വീഡിയോ കൂടി പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ 3 ക്വറീസാണ് എനിക്ക് ഓൺലൈൻ ത്രൂ വന്നത്. അപ്പോൾ ഞാൻ തന്ന ഉത്തരം സാറ്റിസ്ഫാക്ടറി ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നത് ജോർജ്. ബൈ.